ഹലോ കൂട്ടുകാരെ, MSM കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരിടത്തേക്ക് പോകാൻ പോവുകയാണ്. അതാണ് ഇളകിയിരിക്കുന്നത്. നമ്മള് കാണിച്ചേ ഇളകാത്ത ഏതാ? അസീസിയയുടെ ഡെന്റൽ കോളേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മിച്ചുവിൻ്റെ പല്ലിൽ ഒരു സ്റ്റീൽ റൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആളിന് ഒരു 8-9 വയസ്സൊക്കെ ഉള്ളപ്പോഴത്തേക്ക് അണപ്പല്ലിൽ വേദന വന്നിട്ട് അത് കൊണ്ടുപോയി എടുത്ത് കളഞ്ഞായിരുന്നു. അതിൽ കോടുണ്ടായിരുന്നു, അപ്പോൾ അതങ്ങ് എടുത്ത് കളഞ്ഞു. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ലായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ റൗണ്ട് ഇടണമായിരുന്നു. അങ്ങനെ ഇട്ടതാണ്. ഇന്ന് നമ്മൾ അത് എടുക്കാനാണ് പോകുന്നത്. മെച്ചുവിൻ്റെ പല്ല് കാണിക്കാൻ പോയിട്ട് മെയ്ജായി എന്തിനാ കിടത്തേക്കുന്നതെന്നായിരിക്കും ഇപ്പോൾ ആലോചിക്കുന്നത്. മെയ്ജാക്ക് തനിയെ പല്ലുകളൊന്നും പോകാറില്ല. മെയ്ജായുടെ പാൽപ്പല്ലുകൾ അവിടെ നിൽക്കെ തന്നെയാണ് പുതിയ പല്ലുകൾ വരുന്നത്. അങ്ങനെ വരുമ്പം ആദ്യം ഉണ്ടായിരുന്ന പല്ല് നമ്മൾ എടുത്ത് കളഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും അങ്ങനെ ആകെ ഒരു പല്ല് മാത്രമേ അയാൾക്ക് കറക്റ്റായിട്ട് പോയിട്ടുള്ളൂ. ബാക്കി പല്ലുകളെല്ലാം ഇതുപോലെ തന്നെയാണ്, നമ്മൾ കൊണ്ടുപോയി എടുത്ത് കളയണം. പുതിയ പല്ല് വരികയും ചെയ്യും, പഴയ പല്ല് അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. അന്നേരം പഴയ പല്ല് കൊണ്ടുപോയി എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അത് മാത്രവുമല്ല, ഇയാളുടെ പ്രായത്തിനേക്കാൾ മുമ്പേ ആണ് ഇയാളുടെ പല്ലുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അത് കാരണം തന്നെ മോണയ്ക്ക് വികാസവും കുറവാണ്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ്, ഒരു നിരയില്ലാതെയാണ് പല്ല് നിൽക്കുന്നത്. അങ്ങനെ മെയ്ജായി അവിടെ കിടത്തിയിരിക്കുന്ന സമയത്ത് തന്നെ മിസ്രിയായി നോക്കാൻ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്ന് പോയി മിസ്രിയായുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയാണ് ഡോക്ടറെ. ഇതിനിടയ്ക്ക് മിന്നായും കാണിക്കുന്നുണ്ട്. മിന്നയുടെ പല്ലിൻ്റെ പ്രശ്നങ്ങളൊക്കെ മിന്നായും തനിയെ പറയുന്നുണ്ട്. വേദനയുടെ മരുന്നിനോട് ചെറുതായി ഒരു തവണ കൊടുത്തപ്പോഴത്തേക്ക് ദേഹത്തൊക്കെ ഇങ്ങനെ കുരുക്കൾ വരുന്ന കണക്ക്, പുഴു അടിക്കുന്ന കണക്ക് ഒരു ഇത് വന്നായിരുന്നു. അതിനുശേഷം പിന്നെ വേദനയുടെ മരുന്നുകൾ അങ്ങനെ കൊടുക്കാറില്ല. പാരസിറ്റമോൾ അല്ല, പാരസിറ്റമോൾ കൊടുക്കുന്നത് അത് കുഴപ്പമില്ല. ഇവിടെ കുഴപ്പമില്ലല്ലോ. മിസ്രിയായ ഡോക്ടർ കൊണ്ടുവന്ന് ബെഡിൽ കിടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും അങ്ങോട്ടേക്ക് പോയി. ഇവിടെയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. വീണ്ടും കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് ഡോക്ടർ. ഏത് ഹോസ്പിറ്റലിലാണ് ഇട്ടത്, ഏത് ഡോക്ടറാണ് ഇട്ടത്, എന്ത് കാരണം കൊണ്ടാണ് ഇട്ടത് എന്നൊക്കെ ഇങ്ങനെ തിരക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പല്ലൊക്കെ ചെക്ക് ചെയ്തു. ഞാൻ വീണ്ടും തിരികെ മെയ്ജയുടെ അടുത്തേക്ക് എത്തി. മെയ്ജാക്ക് പല്ലെടുക്കാൻ വേണ്ടി ഡോക്ടർ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു. ഇപ്പം സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ ആയതുകൊണ്ട് മെയ്ജായ്ക്ക് ഒരുവിധം അറിയാം ഇന്ന രീതിയിലൊക്കെയാണ് പ്രൊസീജിയർ വരുന്നത്. അത് ഇഞ്ചക്ഷൻ എടുക്കുമെന്നും പിന്നെ അവിടെ വീർത്ത് വരുന്നത് പോലെ ഫീൽ ചെയ്യുമെന്നും ഒക്കെ മെയ്ജാക്ക് അറിയാം. ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ടോ, നമുക്ക് വീർത്ത് വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ, വേദനിക്കുന്നെങ്കിൽ പറയണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഓരോന്നോരോന്ന് സംസാരിച്ചാണ് പല്ലൊക്കെ എടുക്കുന്നത്. താഴെയും മുകളിലുമായിട്ടാണ് 2 പല്ലുകൾ പ്രശ്നത്തിലായിരുന്നു. 2 സൈഡിലായതുകൊണ്ട് തന്നെ ഒരു ദിവസം എടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2നും വേരൊന്നുമില്ല, എടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല, ബ്ലീഡിങ്ങോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, ഇന്ന് തന്നെ 2 പല്ലും എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പല്ലെടുത്ത് കഴിഞ്ഞു. ഡോക്ടറുടെ പഞ്ഞിയൊക്കെ വെച്ച് കൊടുത്തു. 2ാമത്തെ പല്ലെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ഇപ്പം 2ാമത്തെ പല്ലും ഉടനെ തന്നെ എടുക്കും. അങ്ങനെ പല്ലൊക്കെ എടുത്തു, മരുന്നിനൊക്കെ എഴുതി. എന്നിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. 1/2 മണിക്കൂർ കഴിഞ്ഞ് പഞ്ഞി ഇളക്കിയ ശേഷം ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയ്ജയുടെ വായിൽ താജ്മഹൽ പണിഞ്ഞ ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും മിസ്സുവിനെ PG സെക്ഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. മിച്ചുവിനെ നോക്കിയിട്ടുണ്ടായിരുന്നത് പ്രിയങ്ക എന്ന് പറയുന്ന ഒരു ഡോക്ടറായിരുന്നു. ഡോക്ടർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. മിച്ചുവിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം ഡോക്ടർ പതിയെ മിച്ചുവിൻ്റെ പല്ലിൽ സ്റ്റീൽ ഇളക്കി. ആളിന് വേദനിക്കുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫോണിലെ ചാർജ് കഴിഞ്ഞതുകൊണ്ട് പിന്നീടുള്ള കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രാത്രിയിൽ ഞങ്ങൾ ഹോം മെയ്ഡ് പിസ്സ ട്രൈ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞു, ക്യാപ്സിക്കവും തക്കാളിയും
ഒക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചു. ചീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. സോസൊക്കെ പാത്രത്തിലാക്കി വെച്ചു. സോസ് ഇവിടെ ഒരാളിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. കണ്ട അന്നേരം തീർക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. അത് കാരണം സോസൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്കുക. എന്നിട്ട് ഞങ്ങൾ ഹോം മെയ്ഡ് പിസ്സ ഉണ്ടാക്കി. കൊള്ളാവോ? ആദ്യം തന്നെ പിസ്സ ടേസ്റ്റ് ചെയ്തത് മിന്നു ആയിരുന്നു. മിന്നു സൂപ്പറാണെന്നൊക്കെ പറയുന്ന ഫോട്ടോസ് ഉണ്ട്. പക്ഷേ അതൊക്കെ ബ്ലറായി പോയി. ആൾ അടങ്ങി ഒതുങ്ങി നിന്ന് കാണിക്കില്ല. അങ്ങനെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി. ഗോതമ്പ് മാവിലായിരുന്നു ട്രൈ ചെയ്തത്. ഇനി മൈദയിലൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാവേ. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുതേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുമേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി കാണും വരെ ബൈ.